Hello everyone, I am Anushura from Needles Academy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 1 ജനറലിനെ പറ്റിയിട്ടാണ്. സോ IELTS ടാസ്ക് 1 അക്കാഡമിക് ആൻഡ് ജനറൽ വി ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. ടാസ്ക് 1 അക്കാഡമിക് എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ആൻഡ് ഫോർ ജനറൽ ട്രെയിനിങ് വി ഹാവ് ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ലെറ്റർ റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് പറയാൻ പോകുന്നത്. ലെറ്റർ റൈറ്റിംഗ് ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് IELTSൽ വരുന്നത്. ടാസ്ക് 1 ജനറൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ ആണ്. സെക്കൻഡ് ടൈപ്പ് ഇസ് സെമി ഫോർമൽ ലെറ്റർ. തേർഡ് ഇസ് ഇൻഫോർമൽ ടൈപ്പ്. ഈ 3 ലെറ്റർ ടൈപ്സും എന്താണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ ലെറ്റർ മീൻസ് വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു എനി കൈൻഡ് ഓഫ് ഒഫീഷ്യൽ പേഴ്സൺ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, letter to any company, then letter to any particular designated person of a company. അതായത് ഒരു കമ്പനി, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ല, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വേറൊരു കമ്പനിക്ക് അയക്കുന്ന ലെറ്റർ. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ലെറ്റർ ടു എനി എയർപോർട്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഡെസിഗ്നേറ്റഡ് പേഴ്സണിന് വേണ്ടിയിട്ടാവാം. അവരെ നമുക്ക് നേരിട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വി ഡോണ്ട് നോ ദെയർ നെയിം ഓർ എക്സാക്ട്ലി അവരായിട്ടൊരു കണക്ഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ആൻ ഒഫീഷ്യൽ കൈൻഡ് ഓഫ് എ ലെറ്റർ. ഇനി നമുക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ മാത്രമല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആ ഒരു ഡെസിഗ്നേറ്റഡ് പേഴ്സൻ്റെ പൊസിഷൻ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് മാനേജർ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ പേര്, ലൈക്ക് ഓൺലി ദ പൊസിഷൻ നെയിം, നോട്ട് ദി റിയൽ നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു രീതിക്കും നമുക്ക് ഇതൊരു ഫോർമൽ ലെറ്റർ ആണോ എഴുതേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് സെമി ഫോർമൽ ലെറ്റർ ആണ്. സെമി ഫോർമൽ ലെറ്ററിൽ നമ്മൾ എഴുതുന്നത് ഒരു നമുക്ക് പരിചയം ഉണ്ടാവും ഒരാളെ, ബട്ട് നോട്ട് ലൈക്ക് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലെറ്റർ ടു യുവർ മാനേജർ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഒരു ബോസ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് അവരറിയാം, പേരറിയാം, അവരുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ലൈക്ക് ഫോർ പ്രൊഫഷണൽ രീതിയിൽ, ബട്ട് ദെൻ വി ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ സെമി ഫോർമൽ ലെറ്റർ എഴുതുന്നത്. ഇനി സെമി ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് ഫോർമൽ ലെറ്ററും ആവാൻ പാടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് കാഷ്വലും ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഷുഡ് ഓൾവേസ് ബി കുറച്ചൊരു ഫോർമൽ ലാംഗ്വേജ് വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു കാഷ്വൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലത്തെ ആ ഒരു ടോൺ അതിൽ വരാൻ പാടില്ല. തേർഡ് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ്. സോ പേര് പോലെ തന്നെ നമ്മൾ ലെറ്റർ അയക്കുന്നത് നമുക്ക് വളരെയധികം പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അത്രയും ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്കാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത്. സോ മോസ്റ്റ്ലി ഫോർ ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് ലെറ്ററിൽ ചോദിക്കുന്നത്, ടു റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് എന്നുള്ളത്. ആൻഡ് അതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് കാഷ്വൽ ലാംഗ്വേജ് ആണ്, ലൈക്ക് ടു ഷോ ദി ക്ലോസ്നെസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ആ ഒരു ഇൻഫോർമൽ ടോൺ കംപ്ലീറ്റ്ലി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമുക്ക് IELTS റൈറ്റിംഗ് ടാസ്ക് 1 ജനറൽ ട്രെയിനിങ്ങിൽ വരുന്നത്. ആൻഡ് ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ആൻഡ് വിൽ സീ അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.